മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളിലെത്തി അവർ ചുമതലയേൽക്കുകയും ചെയ്തു. മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, വിജ്ഞാപനമായിട്ടുണ്ടോ? 21 പേരുടെയും വകുപ്പുകളിൽ കൃത്യമായ തീരുമാനം വന്നു കഴിഞ്ഞോ? മനുഷ്യ വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. ഗവർണറുടെ ഓഫീസിന് ലോക് ഭവൻ ഇതുവരെ ആ മന്ത്രിമാരുടെ വകുപ്പുകളുടെ പട്ടിക മുഖ്യമന്ത്രി കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അല്പസമയം ലഭിച്ച വിവരം. ഇന്ന് രാത്രിയോടുകൂടി അത് കൈമാറും. അവിടെ നിന്ന് വകുപ്പുകൾ തീരുമാനിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയും ചെയ്യും. ഏതായാലും ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കൂടി തീരുമാനമായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ കൃഷി വകുപ്പ് ടി സിദ്ദിഖിനാണ് നൽകിയിരിക്കുന്നത്. കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളാണ് ടി സിദ്ദിഖിന്. ഒ ജെ ജനീഷ് കുമാറിന് കായികവും യുവജനക്ഷേമവും വകുപ്പ് നൽകിയിട്ടുണ്ട്. കെ മുരളീധരൻ ആരോഗ്യം ദേവസ്വം ഇന്നലെ തർക്കമായ വകുപ്പാണ്. അത് ആരോഗ്യവകുപ്പ് AP അനിൽകുമാർ നൽകി. വലിയ തർക്കത്തിനുള്ളിൽ മന്ത്രിസഭയിലേക്ക് തന്നെ ഇല്ല എന്ന നേതൃത്വത്തെ കെ മുരളീധരൻ അറിയിച്ചു. അദ്ദേഹത്തിന് വൈദ്യുതിയാണ് അത് നൽകിയത്. പക്ഷേ ആ വകുപ്പിന് പകരം അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യം ദേവസ്വം തന്നെ ലഭിച്ചു. രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. സണ്ണി ജോസഫിന് റവന്യൂ തന്നെയാണ്. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം. അദ്ദേഹം ആദ്യമായി മന്ത്രിയാവുന്ന ആളാണ്. JNUവിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുവ നേതാവ് കൂടിയാണ് റോജി എം ജോൺ. റോജിക്ക് ഉന്നത വിദ്യാഭ്യാസമാണ് വകുപ്പ്. PC വിഷ്ണുനാഥ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. വിഷ്ണുവിന് ടൂറിസം, സാംസ്കാരികം, സഹകരണം, സിനിമാ വകുപ്പ്. ടൂറിസം വിഷ്ണുനാഥിന് ഇല്ല, അതിലൊരു തിരുത്തുണ്ട്. സാംസ്കാരികം, സിനിമ, അതുപോലെ തന്നെ സഹകരണ വകുപ്പുകളാണ് വിഷ്ണുനാഥിന് ഉള്ളത്. AP അനിൽകുമാറിന് വൈദ്യുതി, രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തരം, വിജിലൻസ്, VD സതീശന് മുഖ്യമന്ത്രിക്ക് ധനം, പൊതുഭരണം, തുറമുഖം, I&PRD, അതിനൊപ്പം നിയമവകുപ്പ് കൂടി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ്. കെ മുരളീധരന് ആരോഗ്യ ദേവസ്വം നേരത്തെ പറഞ്ഞു. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശു വികസനം, സാമൂഹ്യനീതി വകുപ്പുകളാണ്. PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം, അനൂപ് ജേക്കബിന് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ. അദ്ദേഹത്തിന് 2.5 വർഷത്തേക്കാണ് ടേം അനുവദിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ മാണി സി കാപ്പൻ വകുപ്പുകളിലേക്ക് വരും. മോൻസ് ജോസഫിന് ജലവിഭവമാണ്. CP ജോണിന് KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത വകുപ്പാണ്. KM ഷാജി ലീഗിന്റെ മന്ത്രി തദ്ദേശ വകുപ്പ്. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിൽ നിന്ന് മാറ്റിയാണ് ഇപ്പോൾ റോജി എം ജോണിന് നൽകിയിരിക്കുന്നത്. ഷിബു ബേബി ജോണിന് വനം, അതിനൊപ്പം തന്നെ കശുവണ്ടിയും നൈപുണ്യ വികസന വകുപ്പുകളുമാണ്. ടൂറിസം വകുപ്പിന്റെ കാര്യത്തിൽ ഇനി അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി വകുപ്പുകളുടെ രണ്ട് ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലേ ഇനി തീരുമാനം വരാനുള്ളൂ അല്ലെ, വെളിയിൽ വരാനുള്ളൂ അല്ലെ? PK ബഷീറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂർ മന്ത്രിമാരുടെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി. ചെറിയ മാറ്റങ്ങൾ തദ്ദേശ ഗ്രാമവികസന വകുപ്പുകളുമാണ് ഇതിൽ വ്യക്തമാകേണ്ടത്. ചില മാറ്റങ്ങൾ അതിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആ വിവരം ഇപ്പോൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്തത്. അതും ഇന്നലെ തന്നെ ധാരണയായതാണ്. ചെറിയ മാറ്റങ്ങൾ ഒരുപക്ഷെ വകുപ്പുകൾ മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകും. എന്തെങ്കിലും ഏറെക്കുറെ ഈ രീതിയിൽ തന്നെയാകും സംസ്ഥാന വകുപ്പ് വിഭജനം. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയുള്ള പട്ടികയാകും ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറുക. ശരി അരുൺ, എന്തായാലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മാത്രമേ ഇനിയുള്ളൂ. എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ തീരുമാനം ആയിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് N ഷംസുദ്ദീൻ, ലീഗിന് തന്നെയാണ് ഇത്തവണയും വിദ്യാഭ്യാസ വകുപ്പ്. N ഷംസുദ്ദീൻ ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിനാണ്. റോജി എം ജോൺ മന്ത്രിസഭയിലേക്ക് ആദ്യമായി എത്തുന്ന റോജി എം ജോൺ അങ്കമാലി MLA ആണ്. അദ്ദേഹം റോജി എം ജോൺ ആയിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് റോജി എം ജോണിന് കിട്ടിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അദ്ദേഹത്തിന് ഉള്ളത്. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ വ്യക്തമായതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസുമായിരിക്കും എന്നുള്ളത്. AP അനിൽകുമാർ വൈദ്യുതി വകുപ്പ്, PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം, സിനിമ വകുപ്പുകളാണ്. M ലിജുവിന് എക്സൈസ് വകുപ്പാണ്. റോജി എം ജോൺ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസം, സണ്ണി ജോസഫ് റവന്യൂ വകുപ്പാണ്. KA തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ്. അത് നേരത്തെ ധാരണയായതാണ്. K മുരളീധരന് മാറ്റമില്ല. ആരോഗ്യവും ദേവസ്വവും സുപ്രധാനമായ വകുപ്പുകളാണ് K മുരളീധരൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വനിതാ ശിശു വികസനമായിരിക്കും ബിന്ദു കൃഷ്ണ. ഒപ്പം സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതലയും ബിന്ദു കൃഷ്ണയ്ക്കായിരിക്കും. T സിദ്ദിഖ് കൃഷി വകുപ്പിന്റെ ചുമതലയാണ്. മൃഗസംരക്ഷണവും അദ്ദേഹത്തിനായിരിക്കും. ഒ ജെ ജനീഷ് കുമാർ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, കായികം വകുപ്പും യുവജനക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണത്തെ പോലെ IT വ്യവസായം. അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പായിരിക്കും. മോൻസ് ജോസഫിന് കേരള കോൺഗ്രസ്
പ്രതിനിധി ജലവിഭവ വകുപ്പും CP ജോണിന് ഗതാഗത വകുപ്പിന്റെ ചുമതലയും ആയിരിക്കും. KM ഷാജി തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതലയായിരിക്കും. ഗ്രാമവികസനത്തിന്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല. ഷിബു ബേബി ജോൺ വനം വകുപ്പായിരിക്കും. നൈപുണ്യ വികസനവും കശുവണ്ടി വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ഗസറ്റ് വിജ്ഞാപനം വന്നാൽ ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. ഇന്നത്തെ മന്ത്രിസഭയുടെ, അതായത് ആദ്യ മന്ത്രിസഭയുടെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഇങ്ങനെയായിരുന്നു. ആശാ വർക്കർമാരുടെ ദിവസങ്ങളോളം സമരം ചെയ്ത ആശാ വർക്കർമാരുടെ സമരത്തെ LDF സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചിരുന്നു. പക്ഷേ UDF സർക്കാർ, സതീശൻ സർക്കാർ അധികാരമേറ്റ് ആദ്യ ദിവസം തന്നെ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാർക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. 3000 രൂപ വേതനത്തിൽ കൂട്ടാനാണ് തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു VD സതീശൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. പ്രായമായവരുടെ, അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി, അവരെ കരുതലോടുകൂടി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിൽ ഉണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും. ഇപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. വലിയ തുകയൊന്നുമല്ല, 1,000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോകില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത് 1,000 രൂപ കൂട്ടിയത്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1,000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1,000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും. ഇതാണ് ചെയ്തിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.